നമ്മൾ മെയിൻ ആയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് തനി നാടൻ, ഒറിജിനൽ തനി നാടനില് സാധാ ടൈപ്പും അതേപോലെ കാപ്പിരി, പുള്ളി, തൊപ്പി അതിലുള്ള എല്ലാ വെറൈറ്റീസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒറിജിനൽ കുട്ടനാടൻ താറാവ്, ചാരാചെമ്പലില് ചാരാചെമ്പലി 2 കളറേ ഈ കുട്ടനാടൻ താറാവിൽ ഇറങ്ങുന്നുള്ളൂ. അത് നമ്മൾ ഡയറക്റ്റ് കുട്ടനാട് പോയിട്ട് കുഞ്ഞുങ്ങളെ എടുത്തിട്ടാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ വിഗോവ താറാവ് എന്ന് പറഞ്ഞു അത് നമ്മൾ മുട്ടക്കും ഇറച്ചിയും കൂടി മെയിനായിട്ട് ഇറച്ചിക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. 2 മാസം അല്ലെങ്കിൽ 45 ദിവസം കൊണ്ട് 2.5 കിലോന്റെ അടുത്ത് വരെ തൂക്കം വെക്കും. അത് മുട്ടക്കും ആണെങ്കിലും മുട്ടക്കും ചെയ്യാം. അത്യാവശ്യം നല്ല രീതിക്ക് മുട്ട ഉൽപാദനം കൂടെ കിട്ടും. കരിങ്കോഴി ഉണ്ടല്ലേ, പക്ക ഒറിജിനൽ കരിങ്കോഴി നമ്മൾ ഇതേപോലെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. അത് കുഞ്ഞുങ്ങൾ 1 ദിവസം മുതൽ 1 മാസം വരെയുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് അവൈലബിൾ ഉള്ളത്. ഇഷ്ടംപോലെ അതൊക്കെ ഓർഡർ ബുക്കിങ്ങിനനുസരിച്ചാണ് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുക. ഒരാഴ്ച കഴിഞ്ഞല്ല ഇത് ഇറച്ചിക്കും മുട്ടക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു താറാവിന്റെ കുഞ്ഞുങ്ങളെ കുറെ വിൽപ്പന. ഒരുപാട് ആളിനോട് ചോദിച്ചോണ്ട് വിഗോവന്റെ താറാവുണ്ടാ, ഇതൊക്കെ നമുക്ക് കൊണ്ട് വളർത്താൻ പറ്റിയിട്ട് കണ്ടില്ലേ. അപ്പൊ വിഗോവ താറാവിന്റെ കുഞ്ഞുങ്ങളിട്ടാ അത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചു പോയതാ. കണ്ടോളി എന്താണ് നൃത്തം നോക്കാൻ ഇത് പോലെ ഒരു 1.5 മുതലാ. അതാ കരിങ്കോയിന്റെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് കേട്ടതാ. നമുക്ക് ചില ആളുകൾക്കുണ്ട്, ജിമ്മിന് പോണ ആളുകൾക്കും കുട്ടികൾക്കൊക്കെ നല്ലതാണ്. മറ്റേ ആ പൊടിയൊക്കെ വാങ്ങിയിട്ട് തിന്നൊന്നും വേണ്ട. ഈ ഒരു കോഴികളാണ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കരിങ്കോയിന്റെ കുഞ്ഞുങ്ങളാണ് കൊണ്ടുപോയിക്കാണ്ട് വളർത്തിയിട്ടാണ് ഉണ്ടാക്കിയാണ്ടല്ല. ഇതാ കുട്ടനാട്ടിൽ കർഷകരെയും മുട്ടക്കും വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് കുട്ടനാടൻ താറാവ്. ഏതൊരു ആളുകൾ വന്ന് കൊണ്ടുപോകുന്ന ഒരു സാധനം കൂടെ കേട്ടോ ഈ ഒരു സാധനം. ചാരാചെമ്പലി, ഇതിന്റെ പേര് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇതൊരു കുഞ്ഞിന്റെ കുഞ്ഞുങ്ങൾ വേണ്ടവർക്ക് കണ്ടിട്ടതാ. ഇത് വലുതായി വരുമ്പോൾ ഇതിന്റെ വ്യത്യാസങ്ങൾ മാറുള്ളൂ. കാണുമ്പോ ഇത് കോഴി കുഞ്ഞിന്റെ മാതിരിയാ തോന്നിക്കണത്. ഒരു കാപ്പിരിയിൽ ചാരപ്പുള്ളി വരുന്നത്. ഇത് പാരന്റ് സ്റ്റോക്ക് ആണ്. ഇതിന്റെ കുഞ്ഞുങ്ങൾ നമ്മൾ ഓർഡർ പ്രകാരം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. രണ്ടാമത് ഒരു ചെറിയ ഒരു എന്താ പറയാ, ചെറുതല്ല വലിയൊരു കർഷകൻ തന്നെ. ഇവിടെ വന്ന ഫാമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അന്തം വിട്ടു പോകും. കാരണം ഇവിടെ ഇങ്ങനെ വിരിയിപ്പിച്ച് പുറത്ത് കൊല്ലങ്ങളായി ഇപ്പൊ നിങ്ങൾ തുടങ്ങി.